ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ അപേക്ഷ ഇന്ന് തള്ളിയിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ പരാതിക്കാരിയുടെ ജീവന് ഭീഷണി ഉണ്ടാകാമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് കേസ് 100/2026 ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ ചുമത്തിയ കേസിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. ഒറ്റവാചകത്തിൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവ് ചുരുക്കി. പ്രതിഭാഗം വാദഗതികൾ ഒക്കെ തന്നെയും തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. വിശദമായ ഉത്തരവിൽ കോടതി കേസിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതല്ല. അതിനാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കും. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ല എന്ന വാദത്തിൽ കാര്യമില്ല. ഡിജിറ്റൽ ഒപ്പ് മതിയാകും. ഇരയുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നതായും കോടതി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ സമാനമായ 2 കേസുകളിലെ പ്രതിയാണെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദവും അംഗീകരിക്കപ്പെട്ടു. ജാമ്യം ലഭിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. ഹർജിയിൽ വിശദമായ വാദം കേട്ട വേളയിൽ പരാതിക്കാരിയുടെ മൊഴി സിഡിയിലാക്കി പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. ഇതും കോടതി വിശദമായി തന്നെ പരിശോധിച്ചു. അതേസമയം വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന പരാതിക്കാരിയുടെ അപേക്ഷ പ്രോസിക്യൂഷൻ തിരുവല്ല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ നടപടി പൂർത്തിയാക്കാനാണ് SITയുടെ ആലോചന. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.